സാറ് എന്ത് പണിയായി കാണിച്ചത്? എന്തെങ്കിലും ചെയ്യണതിന്റെ മുന്നേ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണ്ടേ? എന്തുപറ്റി? സാർ എന്തിനാ പരാതിയിൽ ഒപ്പിട്ടത്? സാറ് പരാതി കൊടുത്താലേ ആ തങ്കച്ചി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അവരെ സാറിന് നല്ലപോലെ അറിയാലോ. ഒഴിച്ചു മൂടിയ എല്ലാ സത്യങ്ങളും പുറത്തെടുത്തിടാൻ ആ തങ്കച്ചി മേഡത്തിന് ഒരു നിമിഷം മതി. അവര് കാണിച്ചത് തോന്നിയാസമല്ലേ സ്വാമി? ഞാൻ കടം വാങ്ങി എന്നുള്ളത് നേരാ. എന്ന് വെച്ചാൽ വീട്ടിൽ നിറക്കിടുകയാണ് ചെയ്യേണ്ടത്. അവര് കോടതി വഴി നീങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. പകരം ഗുണ്ടായുസം കാണിച്ചു, ഭീഷണിപ്പെടുത്തി. ഞാനൊരു മനുഷ്യനല്ലേ സ്വാമി? എനിക്കില്ലേ മാനാഭിമാനമൊക്കെ? നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രം. അങ്ങനെയുള്ളൊരു സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. സിദ്ധു വക്കീല ഒരു കേസ് കിട്ടാൻ അയാൾ പലതും പറയും. അത് കേട്ട് പ്രവർത്തിച്ച കുഴിയിൽ വീഴാൻ പോണത് സാറ് മാത്രമായിരിക്കും. പരാതി കൊടുത്തതുകൊണ്ട് എന്താ സ്വാമി കുഴപ്പം? തങ്കച്ചി മേഡത്തിന്റെ തിരിച്ചടി ഊഹിക്കാൻ പോലും സാറിന് പറ്റില്ല. അത് തന്നെ കുഴപ്പം. അപ്പൊ ആ വീട് നഷ്ടമാട്ടെ എന്നാണ് സ്വാമി പറയുന്നത്? അതൊക്കെ നമുക്ക് സാവകാശം തിരിച്ചു പിടിക്കാലോ. പ്രോപ്പർട്ടി വെക്കാൻ പറ്റിയ തങ്കച്ചി മേഡത്തിന്റെ കടം തീർക്കാം. അതൊരു വഴിയല്ലേ? ഇതുപോലുള്ള കേസിന് സമവായ സാറേ നല്ലത്, അല്ലാതെ വഴക്കല്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? ആ പരാതി കൊടുക്കണ്ടെന്ന് നിരഞ്ജൻ സാറിനെ വിളിച്ച് പറയണം. അത് നമുക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. ഒപ്പിട്ട് കൊടുത്തിട്ട് വേണ്ടാന്ന് പറയുന്നത് ശരിയാണോ സ്വാമി? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം സാറിന്റെ ഇഷ്ടം. ഇതേ തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചാ എന്നെ സഹായത്തിന് വിളിച്ചേക്കരുത്. ഞാൻ വരില്ല. ഞാൻ എന്തായാലും നിരഞ്ജനൊന്ന് വിളിക്കട്ടെ. എടുക്കുന്നില്ലല്ലോ സ്വാമി. എങ്കിലാ വക്കീലിനെ വിളിക്കൂ സാറ്. ഇപ്പൊ സാറിന്റെ കോള് വരും, എടുക്കരുത്.